ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസ് എന്ന കൊറിയൻ ഡ്രാമയാണ്. ഈ കഥയുടെ ഒരു വൺ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BL നോവൽസ് ഒക്കെ എഴുതുന്ന ഒരു പെൺകുട്ടിയും അവളുടെ അടുത്തേക്ക് താമസം മാറി വരുന്ന 4 ആളുകൾ. അവരാണെങ്കിൽ ഇവളുടെ ടീച്ചേഴ്സും ആയിരിക്കും. അവരെ ചുറ്റിപ്പറ്റി ഇവൾ എഴുതുന്ന നോവലും അതിലെ തമാശകളും റൊമാൻസൊക്കെയാണ് ഈ ഡ്രാമയിലെ ഒരു വൺ ലൈൻ. അപ്പം നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളൊരു പ്രപ്പോസലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവളുടെ 2 സൈഡിലും 2 ആളുകൾ നിൽക്കുന്നുണ്ടാവും. ഒരാൾ അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ഒരാൾ അവളുടെ കോളേജ് ഫ്രണ്ടുമാണ്. 2 പേരിൽ ആരവളെ സ്വന്തമാക്കുന്നുള്ള വാശിയിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ അവർ തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ 2 ആളുകളും ഒരുമിച്ച് തല്ലുകൂടാൻ തുടങ്ങും. അപ്പോഴാണ് അവർ രണ്ടുപേരുടെ ഇടയിൽ റൊമാൻസ് വരിക. ഇത്ര നാളും നിന്നെ എന്താ ഞാൻ കണ്ടുമുട്ടാഞ്ഞെന്ന് അവർ പരസ്പരം ചോദിക്കും. അവരാ പെൺകുട്ടിയെ മറന്നു പോവും 2 പേരും. എന്നിട്ട് റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുമായിരിക്കും. ആ സമയത്താണ് ഇതിലെ ഒരാൾക്കൊരു കോൾ വരിക, ഈ നോവൽ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. നോക്കുമ്പോൾ ഇത് നമ്മുടെ ഹീറോയിൻ എഴുതുന്ന ഒരു കഥയായിരിക്കും. അവൾ BL നോവൽസാണ് കൂടുതലായിട്ട് എഴുതുന്നുണ്ടാവുക. അവളുടെ കഥ തന്നെ കേട്ട് അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലെ ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുക, ഇത്രയേ ഉള്ളൂ, ഇനി ഇതിൻ്റെ ബാക്കിയൊന്നുമില്ലേന്ന്. അപ്പോൾ അവൾ ഉണ്ട് 2ാം ഭാഗം എന്തായാലും ഉണ്ട് എന്നൊക്കെ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവളങ്ങനെ കൺവിൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആണെങ്കിൽ പോലീസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ പോലീസ് എന്താ ഇവിടെ നടക്കണമെന്ന് എല്ലാവരുടെ അടുത്തും ചോദിക്കും. അവൾ ആകെ പേടിച്ചിട്ടുണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ പോലീസ് അവളുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് അവളുടെ റൂമിലേക്ക് വരും. എന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്യും. ഇങ്ങനത്തെ നോവലുകളൊക്കെയാണോ എഴുതണമെന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നമായിരിക്കും. അവളിതെല്ലാം ആലോചിച്ച് ഇരിക്കുകയായിരിക്കും. അവളുടെ ഒരു നോവൽസ് പോലും ഇത്ര നാളായിട്ട് ഫേമസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ആരും ഒരു കമൻറ്റ് പോലും ഇട്ടിട്ടുണ്ടാവില്ല. അവൾക്കതൊക്കെ ആലോചിച്ച് നല്ല വിഷമമുണ്ടാവും. ചെറുപ്പത്തിലാണെങ്കിൽ അവൾ എഴുതിയ കഥയ്ക്ക് എല്ലാത്തിനും അവൾക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ഒരു കമൻറ്റോ ഒരു ലൈക്കോ ഒന്നും ഉണ്ടാവില്ല. അവളതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. ആ സമയത്താണ് അവിടെ പെട്ടെന്നൊരാൾ ഡോർ തുറന്നു വരിക. അത് അവളുടെ അനിയനായിരിക്കും. നമ്മുടെ ഹീറോയിൻ്റെ പേര് യൂജു എന്നാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ അനിയൻ്റെ പേര് യൂഡു എന്നും. യൂഡുവിന് മാത്രമാണ് യൂജു ഈ BL നോവൽസൊക്കെ എഴുതുന്ന കാര്യം അറിയുള്ളൂ. അപ്പോൾ അവൻ അവളെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കോള് മേടിച്ചിട്ട് വരാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ അവൾ കോളൊക്കെ മേടിക്കാൻ പോകും. എന്നിട്ട് ഈ നോവലിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ വരികയായിരിക്കും. അപ്പോഴാണ് അവൾ അവളുടെ അടുത്തുള്ള ഒരു റൂമിലേക്ക് നോക്കുക. ആ റൂമിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടാവും. അവരവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടാവും. ഒരാൾക്ക് കാലുവേദന എടുത്തിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവൾക്ക് ഇതെല്ലാം കണ്ടിട്ട് ഇവളുടെ BL നോവൽസിന് വേണ്ടി സെറ്റാക്കിയാലോ എന്നൊക്കെ തോന്നും. അങ്ങനെ അവളുടെ മനസ്സിൽ പുതിയ ഐഡിയാസൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ മിസ്റ്റർ ഗായും നോയും കൂടി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കന്നഡ വെച്ച ആളാണ് കേട്ടോ ഗാ, നമ്മുടെ ഹീറോ. ഗാ എന്നിട്ട് നോയുടെ അടുത്ത് പറയും, എന്തിനാ പയ്യൻ അവിടെ നിന്ന് നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന്. അപ്പോൾ നോയാണെങ്കിൽ അത് പയ്യനൊന്നല്ല, അത് പെണ്ണ, അവൾ എന്നെ നോക്കണ്, നീ ആദ്യം നിന്റെ കണ്ണൊക്കെ പോയി ഒന്ന് ശരിയാക്കുന്നത് മിസ്റ്റർ ഗായുടെ അടുത്ത് മിസ്റ്റർ നോ പറയും. പിന്നീട് യൂജുൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവൾ. അപ്പോഴാണ് അവളുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുക, നമ്മുടെ അടുത്ത വീട്ടിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ യൂജുൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ മുന്നേ താമസിച്ച ആൾക്കാർക്ക് പ്രമോഷൻ കിട്ടി, അവർ ഇവിടുന്ന് പോയതാണെന്നൊക്കെ പറയും. അപ്പോൾ യൂജുൻ്റെ അമ്മയാണെങ്കിൽ നമ്മളിനി എപ്പോഴാണ് ഇവിടുന്ന് പോവുക, പ്രമോഷനൊക്കെ കിട്ടിയെന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അച്ഛൻ നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്നൊക്കെ അമ്മയുടെ അടുത്ത് പറയും. ആ സമയത്ത് അവളുടെ അനിയൻ അവിടെ ഇരുന്ന് ഓരോന്ന് കാണിക്കുന്നുണ്ടാവും. അവളുടെ അടുത്ത് ഭക്ഷണം മതിയൊക്കെ എണീറ്റ് പോകാൻ പറയും. അങ്ങനെ അവൾ ഓരോന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. അവൾ പോയതിന് ശേഷം അവളുടെ ഫുഡ് അവനെടുത്ത് കഴിക്കുന്നുണ്ടാവും. അവൾ ആകെ പെട്ട ഒരവസ്ഥയിലായിരിക്കും. അങ്ങനെ അവൾ സ്കൂളിലേക്ക് നടന്നു പോണ സമയത്താണ് ആ പുതുതായി താമസിക്കാൻ വന്നതിൽ 4 പേരിൽ 2 പേര് പുറത്തിറങ്ങിയിട്ട് കാണുക. അതിൽ ഒന്ന് ഗായും മറ്റേത് യൂണുമാണ്. കാറിൽ വരാൻ എനിക്ക് വയ്യ, എനിക്ക് ആ സ്മെല്ല് ഇഷ്ടമല്ല, ഞാൻ നടന്നു പോവാണെന്നൊക്കെ പറയായിരിക്കും. അങ്ങനെ അവർ 2 പേരും ഓരോന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് നിൽക്കും. ഈ സമയത്ത് ഈജു ആണെങ്കിൽ ഇതൊക്കെ കണ്ട് രസിക്കായിരിക്കും. അങ്ങനെ ഇവർ 2 പേരുടെയും കോൺവെർസേഷനൊക്കെ കേൾക്കുന്ന സമയത്താണ് ഇവളുടെ നെറ്റിയിലൊരു പ്രാണി വന്നിരിക്കുക. അവളപ്പോൾ ആ പ്രാണിയെ തല്ലിയിട്ട് നെറ്റിയിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരിക്കും. ആ സമയത്ത് ഇത് കാണും. അവൻ വിചാരിക്കും ഇവർ 2 പേരും കൂടി ഫൈറ്റ് ചെയ്യണ വീഡിയോ ഒക്കെ അവൾ എടുക്കുമായിരിക്കുന്നു. എന്നിട്ട് അവൾക്ക് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അവൻ വിചാരിക്കും. അവളങ്ങനെ നെറ്റി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് അവളുടെ മുന്നിൽ വന്ന് നിൽക്കും. എന്നിട്ട് എന്താ നീ കാണിക്കുന്നത്, ആ ഫോണും കിടത്താന്നൊക്കെ പറയും. അപ്പോൾ അവൾ ഞാൻ നിങ്ങളുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് അവൻ്റെ അടുത്ത് പറയും. അവൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കെങ്കിൽ അവൻ അതിനൊന്നും സമ്മതിക്കില്ല. വേഗം നിൻ്റെ ഫോൺ താ, നീ എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാന്നൊക്കെ പറയും. യൂണാണെങ്കിൽ ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പോവാന്നൊക്കെ
ഗായുടെ അടുത്ത് പറയും. പക്ഷേ ഗാ എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റുള്ളൂ, കുറച്ച് ലൈക്കിനും കമൻറ്റിനും വേണ്ടി മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനാണല്ലേ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കും. അവൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വരും. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് അപ്പോൾ പറയും, ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോസിന് ഒരു കമൻറ്റ് പോലും കിട്ടിയിട്ടില്ല, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണതെന്ന്. അതൊക്കെ കേൾക്കും യുണ്ണും ഗായും ആദ്യം ഒന്ന് പേടിക്കെങ്കിലും പിന്നീട് ഗാ വീണ്ടും അവളുടെ ഫോണ് തട്ടിപ്പറിക്കാൻ നോക്കും. അങ്ങനെ അവരുടെ പിടിവലിയുടെ ഇടയിൽ ആ ഫോണ് നിലത്ത് വീഴും. ഈജു ആണെങ്കിൽ നല്ല വിഷമത്തിലാവും. എന്നിട്ട് അവൾ ആ ഫോൺ മെല്ലെ എടുത്ത് നോക്കുമ്പോൾ ആ ഫോൺ പൊട്ടിയിട്ടുണ്ടാവും. അത് കണ്ട് അവൾ ആകെ വിഷമത്തിലാവും. നിങ്ങൾ എന്ത് ദുഷ്ടനാന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കും. യുണ്ണാണെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പൈസ തരാമെന്നൊക്കെ പറയും. അപ്പോൾ അവൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോവും. ഗായാണെങ്കിൽ ഇതും കഴിഞ്ഞിട്ട് അവളെ വെറുതെ വിട്ടിട്ടുണ്ടാവില്ല. അവളുടെ പിന്നാലെ പോയിട്ട് നിന്നെ എന്തായാലും കാണിച്ചു തരാൻ മര്യാദയ്ക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോന്നൊക്കെ അവളുടെ അടുത്ത് പറയും. അപ്പോഴേക്കും മറ്റുള്ള എല്ലാവരും ജോലിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അവൻ കാറിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാറിൽ തന്നെ പോകേണ്ട അവസ്ഥയായിട്ടുണ്ടാവും. അവനാണെങ്കിൽ കാറിൽ പോണത് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടാവില്ല. അവനങ്ങനെ പോണ സമയത്ത് ഈജു റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോണത് അവൻ കാണും. അപ്പോൾ അവൻ കാറ് മെല്ലേക്കാൻ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പോയിട്ട് നിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആക്ഷൻ കാണിച്ചിട്ട് അവിടെ നിന്ന് പോവും. ഈജു ആണെങ്കിൽ സമയം നേരം വൈകില്ലോ എന്ന് വിചാരിച്ച് വേഗം സ്കൂളിലേക്ക് പോവും. അവളുടെ പൊട്ടിയ ഫോണും നോക്കിയിട്ട് അങ്ങനെ പോവും. അപ്പോഴാണ് അവളുടെ ഫ്രണ്ടിനെ കാണുക, ചോയ്. അങ്ങനെ ചോയായിട്ട് സംസാരിച്ചുകൊണ്ട് പോവായിരിക്കും. അവളങ്ങനെ പോണ സമയത്ത് അവളുടെ ഫോണ് പൊട്ടിയ കാര്യമൊക്കെ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. ഒരു വൃത്തിയായിട്ടവനെ കണ്ടു എന്നൊക്കെ അവൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ടാവും. ചോയാണെങ്കിൽ ഇപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ അവൾ ഈജുവിൻ്റെ അടുത്ത് പറയും, ഇനി എൻ്റെ ലാസ്റ്റ് ലവിനെ എനിക്ക് കണ്ടുപിടിക്കണം എന്ന്. ഈജു ആണെങ്കിൽ ഞാൻ ഇതുവരെ എൻ്റെ ഫസ്റ്റ് ലവിനെ പോലും കണ്ടുപിടിച്ചിട്ടില്ല, എങ്ങനെ അതൊക്കെ കണ്ടുപിടിക്കാമെന്ന് അവളങ്ങനെ ചോദിക്കും. അപ്പോൾ ചോയ് പറയും, ഇഷ്ടമുള്ള ആളെ കാണുമ്പോൾ ചുറ്റും മഞ്ഞ് പെയ്യണ പോലെ തോന്നുന്നു, ഇതുവരെയുള്ളതൊക്കെ വെറും ഒരു തണുപ്പ് മാത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളൂ, എന്നാൽ ഇനി അങ്ങനെ മഞ്ഞ് പെയ്യണമെന്ന് തോന്നാന്നൊക്കെ അവരങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും. ഈജു നോവൽ എഴുതുന്ന കാര്യം ചോദിക്കറിയാം. ചോയ് അപ്പോൾ ഈജുൻ്റെ അടുത്ത് നിൻ്റെ നോവൽ എന്നാൽ എനിക്ക് വായിക്കാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ പോവും. അങ്ങനെ പോണ സമയത്താണ് സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിൽ വലിയ കൂട്ടം കാണുക. അവരപ്പോൾ എന്താണെന്ന് വിചാരിച്ച് അത് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി പോവും. അവിടെ പോയി നോക്കുമ്പോഴാണ് പുതുതായി വന്ന 4 ടീച്ചേഴ്സിനെ ഇവർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാതിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് പരിചയപ്പെടുത്തുന്ന ടീച്ചറാണ് ജങ്, അവൻ PT ടീച്ചറാണ്. രണ്ടാമത് നോ, അവൻ ജാപ്പനീസ് ടീച്ചറാണ്. മൂന്നാമത് പരിചയപ്പെടുത്തുന്ന യൂൺ, അവൻ കൊറിയൻ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. യൂണിന് കാണുമ്പോൾ ഈജുവിന് തോന്നും ഇതാ റോട്ടിൽ കണ്ട ആളെ പോലെ ഉണ്ടല്ലോ എന്ന്. ഈജുവിൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് ലവിനെ ഞാൻ കണ്ടെത്തിയെന്ന് മനസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം പരിചയപ്പെടുത്താണ് നമ്മുടെ ഗാ, അവൻ മാത്സ് ടീച്ചറാണ്. അത് കാണുമ്പോൾ നമ്മുടെ ഈജുവിൻ്റെ കിളി പാറും. പക്ഷെ മറ്റുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ട് വാതിലിങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് ഡോറ് തുറന്ന് എല്ലാവരും കൂടി താഴെ വീഴും. പ്രിൻസിപ്പളാണെങ്കിൽ പുതിയ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് നിൽക്കായിരിക്കും ഇവിടുത്തെ കുട്ടികൾ അത്രയ്ക്ക് നല്ലതാണെന്ന്. ആ സമയത്തായിരിക്കും ഇവരിങ്ങനെ വീഴുന്നുണ്ടാവുക. പ്രിൻസിപ്പൾ എല്ലാവരും ഇത് കണ്ട് ഷോക്കാവും ചെയ്യും. എന്നിട്ട് എല്ലാവരുടെ അടുത്ത് എണീറ്റ് പോകാൻ പ്രിൻസിപ്പൾ പറയും. അപ്പോൾ എല്ലാവരും വേഗം അവിടെ നിന്ന് ഗായാണെങ്കിൽ ഈജുവിനെ നോക്കുന്നുണ്ടാവും. ഈജുവും ഗായെ നോക്കുന്നുണ്ടാവും. ഗായാണെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നുള്ള രീതിയിലായിരിക്കും അവൾ നോക്കുന്നുണ്ടാവുക. ആ സമയത്ത് ഈജുവിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഫോൺ മറന്നു വെച്ചിട്ടുണ്ടാവും. വേഗം അവൾ ആ ഫോണും എടുത്ത് എല്ലാവരുടെ അടുത്ത് സോറി പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ എല്ലാവരും പുതുതായി വന്ന സാറുമാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവായിരിക്കും. ഈജു ആണെങ്കിൽ ഗായെക്കുറിച്ച് ആലോചിക്കായിരിക്കും. അപ്പോഴാണ് ഇവരെ പിന്നിൽ നിന്നൊരാൾ വിളിക്കുക. അതാണ് മ്യൂസിക് ടീച്ചർ. അയാൾ സ്വയം ഭയങ്കര ഹാൻഡ്സ് ആണെന്നൊക്കെ വിചാരിക്കുന്ന ആളാണ്. അയാൾ എന്നിട്ട് അവരുടെ അടുത്ത് ഓരോന്ന് ചോദിക്കാൻ നോക്കുന്ന സമയത്ത് അവരെല്ലാവരും ഇത്രയും നാൾ ഞങ്ങളെ പഠിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. മ്യൂസിക് ടീച്ചർ കാണുക ഇവരെന്താ ഇങ്ങനെ പറഞ്ഞു പോയെന്നൊന്നും മനസ്സിലാവുണ്ടാവില്ല. അവരെല്ലാവരും ആണെങ്കിൽ പുതിയ ടീച്ചേഴ്സ് വന്നതിൻ്റെ സന്തോഷത്തിലായിരിക്കും. ഇനി പഴയ ടീച്ചറിനൊക്കെ ആർക്കാണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിൽ പോയിട്ടും എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പുതിയ ടീച്ചേഴ്സ് വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞു. യൂണിനെ കുറിച്ച് വേറെ പെൺകുട്ടികൾ പറയുമ്പോൾ അത് ചോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവരുടെ അടുത്ത് ചോയ് ദേഷ്യപ്പെട്ട് നോക്കും. അങ്ങനെ ഇവർ 4 പേരും പുതിയ ടീച്ചേഴ്സിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടാവും. അവൾ ഒരു പഠിപ്പിസ്റ്റാണ്. ആ പഠിപ്പിസ്റ്റ് അപ്പോൾ ഇവരുടെ അടുത്ത് പറയും എല്ലാവരും ഒന്നും മിണ്ടാതിരുന്ന എത്ര നേരമായി ഇങ്ങനെ ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ടെന്ന്, മറ്റുള്ളവർക്ക് പഠിക്കൊന്നും വേണ്ട എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവരെ മിണ്ടാതിരിപ്പിക്കും. സ്റ്റാഫ് റൂമിലാണെങ്കിൽ യൂൺ അവൻ്റെ ടൈം ടേബിളൊക്കെ റെഡിയാക്കുമായിരിക്കും. അവന് ക്ലാസ് ഒന്നും തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഗായാണെങ്കിൽ ഭയങ്കര വൃത്തിയുള്ള ആളാണ്. അവൻ എല്ലാവരുടെയും വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കും. നോ ഇതൊക്കെ കണ്ട് അവൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ടാവും. പക്ഷേ ഗാ അതിനൊന്നും സമ്മതിക്കില്ല. അവൻ മുഖം മറച്ച് ഇരിക്കുന്നുണ്ടാവും. നോ കുറച്ച് ഫണ്ണി ടൈപ്പാണ്. അപ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്തൊക്കെ എല്ലാവരും ചെയ്യണമെന്നും പറഞ്ഞിട്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈജുനും ചോയാണ്. അവർ രണ്ടുപേരും ഒരു കടയിൽ പോയിട്ടുണ്ടാവും. കടയിൽ പോയിട്ട് അവിടെയുള്ള
സ്നാക്സ് ഒക്കെ മേടിക്കായിരിക്കും. അവരപ്പോൾ അവരുടെ ലവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഈജുവിന് ഇതുവരെ ഒരു ഫസ്റ്റ് ലവ് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അവൾക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അവളുടെ BLും നന്നായിട്ട് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവളുടെ BL ഇതുവരെ ഒന്നും ക്ലിക്കായിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം അവൾക്കുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗാനെക്കുറിച്ച് തന്നെ ആയിരിക്കും അവർ കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക. ഈജു ആണെങ്കിൽ അവനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് അവൾ പെട്ടെന്ന് പോയി ക്ലാസ്സിൻ്റെ ഡോർ തുറക്കുമ്പോഴാണ് അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നത് അവൾ കാണുക. അവളൊന്നും അറിയാത്ത പോലെ മെല്ലെ ഡോർ ക്ലോസ് ചെയ്യും. എന്നിട്ട് ചോയും ഈജും കൂടി മെല്ലെ ഡോറ് ഓപ്പൺ ചെയ്യും. അപ്പോഴാണ് ഇവരെ കാണുക. എന്നിട്ട് ഇവരെ തന്നെ തുറിച്ച് നോക്കും. നീ ഈ ക്ലാസ്സിലാണോ എന്നുള്ള രീതിയിലായിരിക്കും, നിന്നെ ഇപ്പോൾ കാണിച്ചു തരാമെന്നുള്ള ഒരു മൈൻഡിലായിരിക്കും അവൻ നോക്കുന്നുണ്ടാവുക. എന്നിട്ട് അവളടുത്ത് വേഗം സീറ്റിൽ പോയിരിക്കുക. അവൻ പറയും. അവളാണെങ്കിൽ എല്ലാം തീർന്നു, ഇനി എന്തൊക്കെയാണ് അവൻ നടക്കാൻ പോകണമെന്ന് വിചാരിച്ച് ഷോക്കായിട്ട് നിൽക്കും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ വീഡിയോസിന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.